ഇലക്ട്രിസിറ്റി ധാരാവൈദ്യുതി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു അടിപൊളി ചോദ്യം നോക്കാം നമുക്ക്. നമ്മുടെ കയ്യിൽ 8 ഓം 4 ഓം എന്നീ 2 റെസിസ്റ്റേഴ്സുകൾ തന്നിട്ടുണ്ട്, കൂടെ ഒരു 6 വോൾട്ട് ബാറ്ററി. എന്നിട്ട് ഇത് റിലേറ്റഡ് ആയിട്ട് 3 ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ നോക്കിയോ, ABC വായിച്ചു നോക്കാം അല്ലെ. ഇവ മൂന്നിനെയും ശ്രേണി രീതി, അതായത് സീരീസ് വേയിൽ കണക്ട് ചെയ്തിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രാം വരക്കാനാണ്. അപ്പൊ സിമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായി അല്ലേ. ഓക്കെ, അപ്പൊ ശ്രേണി രീതി, അതായത് നമ്മുടെ സീരീസ് കണക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാടാ, അടുത്തടുത്ത് ഒന്ന് കഴിഞ്ഞ് ഒന്ന് അങ്ങനെ കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ സീരീസ് വേ എന്ന് പറയുന്നത് അല്ലേ. സോ അതുപോലെ ഞാൻ കൊടുത്തിരിക്കുന്നു 8 ഓം ഇവിടെ, അത് കഴിഞ്ഞിട്ട് 4 ഓം ഇവിടെ. അതിന് ഞാൻ എന്ത് ചെയ്തു, ഇതാ ഒരു 6 വോൾട്ട് ബാറ്ററിയിലോട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ബാറ്ററി ആകുമ്പോൾ ഇതാ ഒരുപാട് വരകളുണ്ട്, അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ കംപ്ലീറ്റഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. അവിടെയുള്ള സഫല പ്രതിരോധം കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്, കാരണം സീരീസ് കണക്ഷനിലാണ് അല്ലെ. ശ്രേണി രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സഫല പ്രതിരോധം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇവിടെ തന്നിട്ടുള്ള റെസിസ്റ്റൻസുകളെ അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ കൂട്ടി നോക്കിയാൽ മതി. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടും 8 + 4 = 12 ഓം അല്ലെ. ഓം ആണ് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ്. അപ്പൊ അതും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യമാണ്, ഇവിടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാൻ എങ്ങനെ ചെയ്യും അല്ലെ. വളരെ സിമ്പിൾ ആണ് കറണ്ട് കണ്ടുപിടിക്കാൻ. ഓംസ് ലോന്റെ ഇക്വേഷൻ നമുക്കറിയാം, I = എന്താണ്, V/R അല്ലെ. സിമ്പിൾ ആണ്. V നമ്മുടെ കയ്യിലുണ്ട്, 6 വോൾട്ട് ആണ്. R ഇപ്പൊ നമുക്ക് കിട്ടിയില്ലേ, 12 ഓം എന്ന് കിട്ടിയില്ലേ. അപ്പൊ സിമ്പിൾ അല്ലേ. I = അപ്പൊ എന്താണ്, V/R. 6/12 എത്രയാണ്, 1/2, അതായത് 0.5 ആംപിയർസ്. സിമ്പിൾ അല്ലേ. അങ്ങനെയാണെങ്കിൽ ദാ നിങ്ങൾക്കുള്ള സർക്യൂട്ട് ഇവിടെ റെഡിയാണ്. ഇതിന്റെ ആൻസർ എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക, കറണ്ട് കണ്ടുപിടിക്കാൻ. ഓക്കെ.